ഗൃഹാതുരത്വം പേറുന്ന ഓർമ്മകളുടെ നിറവിൽ അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ ചങ്ങാതിക്കൂട്ടത്തിന്റെ കുടുംബസംഗമം. ഓർമ്മയിൽ ഒരു ശിശിരം എന്ന പേരിലാണ് ചങ്ങാതിക്കൂട്ടം കുടുംബസംഗമം ഒരുക്കിയത്. അമ്മാടം സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ ചങ്ങാതിക്കൂട്ടം എന്ന 1986 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ. വെങ്ങണിശ്ശേരി സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു ചങ്ങാതിക്കൂട്ടത്തിന്റെ ഒത്തുചേരൽ. മാതൃവിദ്യാലയത്തിൽ കൈകോർത്തു തുടങ്ങിയ പഴയ സൗഹൃദ നിമിഷങ്ങൾ കുടുംബസംഗമത്തിൽ ജീവൻ പകരുന്ന അനുഭവമായി. അധ്യക്ഷനായ TS രമേശും മിനിമോളും ഓർമ്മയിലൊരു ശിശിരം എന്ന കുടുംബസംഗമത്തിലേക്ക് പഴയ സഹപാഠികളെ വിളിച്ചുണർത്തി. ചങ്ങാതിക്കൂട്ടത്തിന്റെ അഡ്മിനായ മനോജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. റീജൻ, LC, സുകുമാരൻ, VN രാധാകൃഷ്ണൻ, വിജയകുമാർ എന്നിവർ പഠനകാല ഓർമ്മകൾ പങ്കുവച്ചു. 50ഓളം പഴയ സഹപാഠികൾക്കൊപ്പം അവരുടെ കുടുംബാംഗങ്ങളും ചേർന്നതോടെ ഓർമ്മയിൽ ഒരു ശിശിരം യഥാർത്ഥത്തിൽ ഗൃഹാതുരത്വമുള്ള അനുഭവമാണ് സമ്മാനിച്ചത്. വർഷങ്ങൾക്കിപ്പുറം കഴിഞ്ഞ 8 വർഷമായി ചങ്ങാതിക്കൂട്ടം നടപ്പിലാക്കുന്നത് നിരവധി ചികിത്സാ സാമ്പത്തിക സഹായങ്ങളാണ്. കൂടാതെ സ്കൂൾ പരിസര ശുചീകരണത്തിലും ചങ്ങാതിക്കൂട്ടം വ്യാപൃതരാകുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടിയ കുട്ടികൾ വിരമിച്ച CV രാജൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പഴയകാല സ്നേഹമഴ നനയുന്നൊരു അനുഭവം കൂടിയായി ഓർമ്മയിൽ ഒരു ശിശിരം. പഴയ സഹപാഠികൾ കൈകോർത്ത കലാപരിപാടികൾക്കൊപ്പം സ്നേഹവിരുന്നിന്റെ മാധുര്യവും ചങ്ങാതിക്കൂട്ടത്തിന് ഓർമ്മയിൽ ഒരു ശിശിരമായി. 8 വർഷത്തോളമായി. ഈ 8 വർഷത്തിന് ശേഷം നമ്മൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ ഇതുവരെ വേണ്ടത്ര രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തതല്ലേ ഇതുവരെ നമ്മുടെ അതുപോലെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ ശരിയാവും. ആ സമയത്ത് നമുക്ക് ഈ ചങ്ങാതിമാരുണ്ടാവുള്ളൂ. എപ്പോഴും കൂടെ നിൽക്കാനും എന്ത് കാര്യങ്ങളും വിളിച്ചാലും ഓടിക്കാനും നമ്മുടെ ചങ്ങാതിമാർ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ എല്ലാ വിദ്വേഷങ്ങളും എല്ലാം അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എനിക്ക് കൂടി പറയുന്നത്. നമ്മുടെ ചങ്ങാതിമാരെ കുറിച്ച് പറയാൻ വയ്യ. ഈ നമ്മൾ 2015 തുടങ്ങിയിട്ട് നമുക്കൊരു വികലാംഗ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗ്രൂപ്പിനെ നിർജ്ജീവമായ സമയത്ത് നമുക്കത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അന്ന് എന്തോ ഞാൻ എൻ്റെ ഫോണിലെല്ലാവരും നമ്പർ സേവ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് റീജന്റെ ഒക്കെ നിർമ്മാണത്തിൽ ഞങ്ങളൊപ്പം തന്നെ പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ആ ഗ്രൂപ്പാണ് ഇന്നിപ്പോൾ നമ്മുടെ ഈ ലെവലിൽ വരെ ചെയ്യുന്നത്. അത് വലിയ നമ്മൾ